ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരു കൂടി സ്വാഗതം. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുള്ളത് ഞാൻ നാളെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്നായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും എന്താ പറയുക, പോകുന്നതിൻ്റെതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ കുഞ്ഞിനെ കാണുന്നതിൻ്റെതായിട്ട്. പിന്നെ കുറേ ചെല്ലേണ്ടതായിട്ടുള്ള പോകേണ്ടതായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ്, അതിലുപരി എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും വീഡിയോ തന്നെ. നെക്ക് എൻലാർജ്മെൻ്റ് ആയിട്ട് ഇരിക്കുവാണ്, തൈറോയ്ഡ് വന്ന് കുറേ പ്രശ്നങ്ങൾ. ഇവിടെ ഓൾറെഡി നമ്മൾ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നാട്ടിൽ പോയി ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അണച്ച് വരുന്നില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒന്നിച്ചുള്ള കുറേ മാസങ്ങൾ, കുറേ ദിവസങ്ങൾ, നല്ല മൊമെൻറ്റ്സ്, ഇണക്കങ്ങളും പണക്കങ്ങളും സന്തോഷം സങ്കടങ്ങളുമായിട്ട് അങ്ങനെ കുറേ ദിവസങ്ങൾ. അപ്പോൾ എന്തായാലും അത് മിസ് ചെയ്യും. പക്ഷേ പോകേണ്ടത് നമ്മൾ പോയേ പറ്റൂ. പോയിട്ട് ഇൻഷാല്ലാ നമുക്ക് ഐസപ്പനുമായിട്ട് വന്നൊരു ഉംറയൊക്കെ ചെയ്യണം. അതപ്പോൾ ആ വഴിക്ക് നടക്കട്ടെ. എന്തായാലും പറഞ്ഞു കൂടുതൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ സപ്പോർട്ട്, സബ്സ്ക്രൈബും മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കണേ. ഓക്കെ, താങ്ക് യു. ഇതാ ഞങ്ങൾ ഇമോഷണലായിട്ടും റൊമാൻറ്റിക്കായിട്ടും കുറേ സമയങ്ങൾ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ ക്ലിപ്പായിട്ട് എടുത്തില്ല. അപ്പോൾ നേരിതാ ഞാൻ മഫ്തൊക്കെ കെട്ടുവാണ്. അപ്പോൾ അണ്ണച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ ഈ ഒരു കളറ്. എനിക്കും ഇഷ്ടപ്പെട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ ഞാൻ ഒരു സൈഡ് ബാഗൊക്കെ ഇട്ട് സെറ്റപ്പാക്കി അങ്ങനെ അതാ ഫുഡ് മേടിക്കാൻ വേണ്ടി അണ്ണച്ചി പോവാണ്. ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി, മിസ്റ്റേക്ക് പറ്റി. ഫ്ലൈറ്റിൻ്റെ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ ആകെ ഒരു ടെൻഷനായിപ്പോയി. ഒരുപാട് ലഗേജും കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം മാത്രം പെട്ടെന്ന് പോവല്ലേ. അപ്പോൾ അതാ എന്താ പറയുക, എന്തായാലും അണ്ണച്ചി ഫുഡും മേടിച്ചുകൊണ്ട് വരട്ടെ, എന്നിട്ട് കഴിച്ചിട്ട് നമുക്ക് അവിടെ തന്നെ ഇറങ്ങണം. ട്രിവാൻഡ്രത്ത് ഏകദേശം വെളുപ്പിന് എത്തും. ഇവിടുന്ന് ഏർലി മോർണിംഗ് ഒക്കെ ആകുമ്പോഴത്തേന് നമ്മൾ ഇറങ്ങണം. പിന്നെ അതാ ദമാം കിങ് ഫഹദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമ്മളിവിടെ ജുബൈയിലാട്ടോ വർക്ക് ചെയ്യുന്നത്. ജുബൈയിൽ നിന്ന് 1.5 അവറാണ് ദമാമിലേക്ക്. ജുബൈയിലാണ് നമ്മൾ താമസിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ദമാമിലേക്ക് പോകുവാണ്. ഇപ്പോൾ ട്രാവലിംഗ് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് ഒരു 10 മണിയായിട്ട് ഇറങ്ങിയ ഒരു 11 മണിക്ക് കയറിയ 2 മണിയാകുമ്പോഴല്ലേ ഫ്ലൈറ്റ്. അപ്പോൾ അണ്ണച്ചി ആ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ആ ഫ്ലാറ്റിനോടും അണ്ണച്ചിയോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് സൗദിയോട് കുറച്ച് നാളത്തേന് ഒരു ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമുക്ക് നേരെ പോകാം. അപ്പോൾ അതാ എന്താ പറയുക, ഇപ്പോൾ തന്നെ കിങ് ഫഹദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഞാൻ എത്തും. ഈ ഒരു സമയമൊക്കെ ഞാൻ കുറച്ച് എന്താ പറയുക ഇമോഷണലായി പോയായിരുന്നു. പിന്നെ നമുക്ക് ഐസപ്പനെയും കൂടി പെട്ടെന്ന് ഷടപടയെന്ന് വരാമെന്നേ, ഒരു ഉംറയൊക്കെ വന്ന് ചെയ്യണ്ടേ. അപ്പോൾ അത് അണ്ണച്ചിയാട്ടോ പാവം ട്രോളിയും കാര്യങ്ങളൊക്കെ തള്ളി ഇത് അകത്ത് കയറാം. എയർപോർട്ടിൻ്റെ എമിഗ്രേഷൻ്റെ ടൈം വരെ നിൽക്കാം. ബോർഡിംഗ് പാസ് കിട്ടുന്നിടം വരെയൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അണ്ണച്ചി. അങ്ങനെ ഇതാ ഞാൻ ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ കിട്ടി വെയിറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു ഇതിലേക്ക് സോണിലേക്ക് നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ ഇത് അലോൺസ് ചെയ്തു, നമ്മൾ അകത്തോട്ട് കയറി പോട്ടെ ഫ്ലൈറ്റിലോട്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിലായിട്ടാണ്. പിന്നെന്താ പറയുക, അപ്പോൾ നേരെ പോവാണ്. നമുക്ക് ഐസപ്പൻ്റെ അടുത്ത് പോയിട്ട് ബാക്കിയുള്ള വിശേഷമൊക്കെ കാണാം. പിന്നെന്താ അങ്ങനെയൊക്കെയാണ് ഫ്രണ്ട്സ്. പാസഞ്ചേഴ്സൊക്കെ എല്ലാവരും ഓരോ സീറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നു. പിന്നെ ക്യാബിൻ ക്രൂ ഒക്കെ വന്നിട്ട് ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് വിൻഡോ സൈഡാണ് കിട്ടിയത്. കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇതാ ദമാമിൽ കുറച്ച് വ്യൂസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് എടുത്തതാണ്, പക്ഷേ എടുത്തപ്പം വീഡിയോയ്ക്കകത്തും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്ത് ഭംഗിയാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ തൊട്ടേ വിമാനത്തിൻ്റെ ചെറിയ തൊട്ടേ എന്ത് രസമല്ലേ. അപ്പോൾ ഇതാ ഇനി ഞാൻ നാട്ടിൽ ചെല്ലാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇനി കുറച്ച് ദിവസം നാട്ടിൽ നമുക്ക് നിൽക്കാം. അങ്ങനെ അതാ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. പച്ചപ്പിൻ്റെ ആ ഒരു ഇത് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലേ, പറയുന്നില്ല അപ്പുറമായി പോകും. പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങി നേരെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിനകത്തോട്ട് കയറുവാണ്. അപ്പോൾ ഞാൻ അധികം വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യൂ. താങ്ക് യു.